ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. ഓപ്പോ A78 4G എന്നൊരു വേരിയൻ്റാണിത്. ഇതിന് മുമ്പ് ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പോ A78 തന്നെ 5G വേരിയൻ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ 4G വേരിയൻ്റ് വന്നിട്ടുള്ളത്. ഇതൊരു 4G ഫോണാണ്. അപ്പോൾ മറ്റേ ഫോണിൽ നിന്നൊക്കെ ഫംഗ്ഷനിലും അതുപോലെ തന്നെ പ്രൈസിലൊക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നോക്കി ബാക്കി ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തായാലും അപ്പം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്താ വരുന്നത് നോക്കാം. സിം എജക്റ്റിംഗ് ടൂളുണ്ട്, പിന്നെ യൂസർ മാനുവൽ, പിന്നെ അടിപൊളി ഒരു സിലിക്കോൺ കവർ, നല്ല ക്വാളിറ്റി ഉണ്ട് പിടിക്കുമ്പോൾ. പിന്നെ ഇതിലൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മളെ ഫോണാണ്. ഇപ്പോൾ ഫോൺ നമുക്കിവിടെ മാറ്റി വെക്കാം. ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് നോക്കാം. എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് തിരിച്ചു തരാം. ബോക്സിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഇയർഫോണും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഇത്രയാണ് ബോക്സിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളെ ഫോണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ഓപ്പോ A78 4G എന്ന മോഡല്. ഇപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ നമ്മൾ ഈ ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ ബസൽസ് ഒക്കെ കുറവുള്ള ഒരു ഡിസ്പ്ലേ ആണ്. താഴ്ഭാഗത്ത് മാത്രം ചെറിയ രീതിയിലുള്ള ബസൽ കാണാം. പിന്നെ മുകളിലായിട്ട് ഒരു കോർണറിലാണ് പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിട്ടുള്ളത്. പിന്നെ IP54 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് ഈ ഫോൺ വരുന്നത്. ഇപ്പോൾ ടച്ച് പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്മൂത്ത് കിട്ടുന്നുണ്ട്. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതിൽ വീഡിയോ കാണുന്ന സമയത്തും നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള അതേ ഒരു ഓപ്പോൻ്റെ ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷിലാണ് ബാക്ക് സൈഡ് ഉള്ളത്. അതുപോലെ ക്യാമറൻ്റെ മൊഡ്യൂൾ ഇരിക്കുന്ന ഭാഗം കുറച്ച് താഴോട്ട് വന്നിട്ട് അവിടെ മാത്രം ഒരു ഗ്ലോസി ഫിനിഷിലാണുള്ളത്. പിന്നെ രണ്ട് വലിയ ക്യാമറയും ഒരു ഫ്ലാഷാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ്. ഇനി ഫോണിൽ ആൻഡ്രോയിഡ് 13 കളർ OS ആയ 13 ആണുള്ളത്. അതുപോലെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 680 എന്നൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ 4G പ്രോസസ്സറാണ്. ഇപ്പോൾ വലിയൊരു ഹൈ ക്വാളിറ്റി തരുന്ന ഒരു പ്രോസസ്സറൊന്നുമല്ല, ഒരു നോർമൽ ആവറേജ് പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ മാലി G57 എന്നൊരു ഗ്രാഫിക്സ് ആണ് ഇതിലുള്ളത്. അതുപോലെ ഈ ഫോൺ രണ്ട് വേരിയൻറ്റിലാണ് വരുന്നത്. 8GB റാമിൽ തന്നെ 128GB 256GB നമ്മളെ കയ്യിലുള്ളത് 8GB റാം 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റാണ്. ഇതിൽ നമുക്ക് റാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 4GB, അതുപോലെ 6GB, പിന്നെ 8GB, അങ്ങനെ നമുക്ക് റാം ഇതിൽ എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഫോണിൽ വരുന്ന ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പാച്ചർ വാല്യൂ വരുന്ന ഒരു വൈഡ് ക്യാമറയും പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചർ വാല്യൂ വരുന്ന ഒരു ഡെപ്ത് സെൻസറാണുള്ളത്. ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടില്ല. ഈ ഡെപ്ത് സെൻസർ ഒഴിവാക്കിയിട്ട് അൾട്രാ വൈഡ് ക്യാമറ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടെ ഉപകാരം വരുന്ന ക്യാമറ അൾട്രാ വൈഡ് ക്യാമറ ആണ്, ഈ ഡെപ്ത് സെൻസറിനെക്കാട്ടും കൂടുതൽ. ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് മോഡ്, വീഡിയോയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 1080pയിലാണ്. അതന്നെ 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. 60 ഫ്രെയിം പെർ സെക്കൻഡ് പോലും നമുക്കിതിൽ കിട്ടുന്നില്ല. പിന്നെ ഫിൽറ്റർ മോഡൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫോട്ടോയിൽ AI ഓപ്ഷന്, അതുപോലെ ഫിൽറ്റർ മോഡ് ഇതിലുണ്ട്. പിന്നെ പോർട്രേറ്റ്, മോറിൽ നമുക്ക് പ്രോ മോഡ് ഉണ്ട്, എക്സ്ട്രാ HD, പനോരമ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വ്യൂ വീഡിയോ, സ്റ്റിക്കർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു ക്യാമറ ഈ ഒരു സമയത്ത് ഇറക്കിയത് വളരെ കുറവായിട്ട് തന്നെ പറയാം. ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ഫോണിൽ നമുക്ക് അൾട്രാ വൈഡ് ക്യാമറയും ഡെപ്ത് സെൻസറും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്യാമറകളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ 5G വേരിയൻറ്റിൽ നമുക്ക് ഇതുപോലെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ക്യാമറ ആണ് വരുന്നത്. അതിലും ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെൽഫി ക്യാമറയിലെടുത്ത ഫോട്ടോസിനൊക്കെ വലിയ തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഫോട്ടോ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ USB Type-C OTG സപ്പോർട്ടാണ്. ഇനി ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്ര ഉണ്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. സൗണ്ടിലൊന്നും യാതൊരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലിയറുള്ള ലൗഡായിട്ടുള്ള സൗണ്ടൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ ഒരു സൂപ്പർ വോക്ക് ചാർജറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 0 to 100% വരെ നമ്മൾ ചാർജ് ചെക്ക് ചെയ്ത സമയത്ത് 47 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. വളരെ സ്പീഡിൽ തന്നെ ചാർജ് ആയിട്ടുണ്ട്.
ഇനി ഫോണിൽ വരുന്നത് ഫേസ് ലോക്കും അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണുള്ളത്. എത്രമാത്രം സ്പീഡിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം നമുക്കിവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഫേസ് ലോക്ക് നോക്കുമ്പോഴും നല്ല സ്പീഡിൽ തന്നെയാണ് വർക്കാവുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, പെട്ടെന്ന് തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട് ഫേസ്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 8GB ആൻഡ് 256 GBക്ക് 799 ദിറംസാണ്. അതുപോലെ ഇന്ത്യയിൽ ഇതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 17,499 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസിന് വെർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ആവറേജ് കിട്ടുന്നുള്ളൂ. ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിലും പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പ്രൈസിൽ നിന്ന് കുറച്ചും കൂടെ പൈസ നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5G ഫോണൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് ഇത്രയും പ്രൈസ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഫോൺ ഇറക്കുന്നതിനൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈ ഒരു Oppo A78 4G എന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.